കൃഷ്ണരാജ് ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചാമത്തെ ക്ഷേത്രമായിട്ടുള്ള പൊന്മനൈ ക്ഷേത്രത്തിലാണ്. അതായത് പൊന്മനൈ ക്ഷേത്രത്തിൽ ഓരോ ഭക്തരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ച ഇന്നത്തെ ഇപ്പോൾ എത്തുന്നവരുടെ യാത്ര, അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ദീപാരാധനയോടുകൂടി തിരുമല ക്ഷേത്രത്തിൽ നിന്നും പലരും ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ ക്ഷേത്രവും അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിന്ന് പുലർച്ചെ മുതൽ ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കുകൊള്ളുന്നവരാണ് ഇപ്പോൾ ഉച്ച സമയമായപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വരുന്ന വഴിയിലൊക്കെ ഉച്ചഭക്ഷണം കഴിച്ച് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രത്യേകതകൾ കൂടെയുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം സൂചിപ്പിക്കും എന്താണ് ഈ പൊന്മന ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്നുള്ളത്. പൊന്മന ക്ഷേത്രത്തിനോട് വെച്ചാൽ ആദിവാസിയായ ഒരു തീമ്പി എന്നുള്ള ഒരു ഭക്തൻ ആദ്യമായിട്ട് ഈ സ്വയംഭുലിംഗം കാണുകയും അതിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രമെന്ന് തീമ്പിലാൻകുടി മഹാദേവർ ക്ഷേത്രം എന്ന് അറിയപ്പെട്ടത്. അത് പഴമക്കാർ പറഞ്ഞതുള്ളത്. ഇവിടെയാണ് ഈ ശാസ്ത്രമനുസരിച്ച് അന്നത്തെ ഐതിഹ്യം അനുസരിച്ചാണെങ്കിൽ 12 ശിവക്ഷേത്രങ്ങളിൽ 5ാമത്തെ ശിവക്ഷേത്രമായ പൊന്മന തീമ്പലാൻകുടി മഹാദേവർ ക്ഷേത്രത്തിൽ വ്രതം നോറ്റ് 4 ക്ഷേത്രങ്ങളും കടന്ന് 5ാമത്തെ ക്ഷേത്രത്തിൽ വരുമ്പോഴാണ് കരിക്കും വെള്ളവും പഴവും ഭക്ഷിച്ചാണ് അവിടെ നിന്ന് ഭക്ഷണം ആരംഭിച്ച് തുടങ്ങുന്നതായ ഒരു ചടങ്ങ് കൂടെ പഴയ കാലത്ത് നടന്നു വന്നുകൊണ്ടിരുന്നതാണ്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇത്തവണത്തെ ശിവാലയ ഓട്ടം എങ്ങനെയാണ്? തിരക്ക് കൂടുതലാണോ? തിരക്ക് ഇന്നലെ രാത്രി കാലങ്ങളിൽ ആണ്. ചൂട് അധികമായതുകൊണ്ട് പകൽ സമയത്ത് ഇത്തിരി തിരക്ക് കുറവാണ്. രാത്രി കാലങ്ങളിലാണ് തിരക്ക്. ഇന്നലെ രാത്രി നല്ല തിരക്കായിരുന്നു. 4-5 മണി വരെ നല്ല തിരക്കായിരുന്നു. അതിനുശേഷം അല്പം കുറവുണ്ട്. ഇനിയും വൈകുന്നേരത്തിന് ശേഷം വീണ്ടും തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഉച്ച സമയത്ത് എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭക്ഷണ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്താ അന്നദാനം ക്ഷേത്ര ഭാരവാഹികളുടെയും ശിവഭക്തന്മാരുടെ കൂട്ടായ്മയും കൂടെ നിന്ന് ഉച്ചഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് തീമ്പിലാൻകുടി മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലേക്ക് ഓരോ ഭക്തജനങ്ങളായി അങ്ങനെ ദർശനത്തിനായി പോവുകയാണ്. ഈ ദർശന സമയമൊക്കെ എങ്ങനെയാണ്? ഈ ദർശന സമയം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നിർമ്മാല്യത്തോടെ തുടങ്ങി നാളെ രാവിലെ 4 യാമപൂജയുണ്ട്. യാമപൂജയോടെ ഈ ശിവരാത്രി ദർശനം അവസാനിക്കുന്നതാണ്. ഇന്ന് ഫുൾ ടൈമായിട്ട് തുറന്നിരിക്കും. ഈ 24 മണിക്കൂറിൽ 4 യാമപൂജയും നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ആളുകൾ എത്തും. തീർച്ചയായിട്ടും ആളുകളെത്തും. കാരണം ഇതിൻ്റെ ഐതിഹ്യം അനുസരിച്ച് വെച്ചാൽ ഇന്ന് രാത്രിയാണ് ഉറക്കം ഒഴിഞ്ഞ് ശിവരാത്രി ഓടേണ്ട, ശിവാലയം ഓടേണ്ട അവസാനം 4ാമത്തെ യാമപൂജയ്ക്ക് 12ാമത്തെ ശിവക്ഷേത്രമായ നട്ടാലത്ത് ചെന്നെത്തേണ്ടത്. അപ്പോൾ അത് തന്നെയാണ്, ഓരോരുത്തരും അങ്ങനെ എത്തുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷവും അത്തരത്തിൽ തന്നെയായിരിക്കും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുക. അങ്ങനെ നേരത്തെ ഓരോയിടത്തും സൂചിപ്പിച്ചിരുന്നു. അതായത് ശൈവ വൈഷ്ണവ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്തരത്തിലൊരു മന്ത്രമാണ് ഉരുവിടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അങ്ങനെ ഗോവിന്ദ ഗോപാല എന്നുള്ള മന്ത്രം, അത് തിരുമല മുതൽ മുഴങ്ങിയതാണ്. അത് ഓരോ ക്ഷേത്രത്തിലെത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനി അവസാനം എത്തുന്ന ക്ഷേത്രം, അത് ശങ്കരനാരായണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. അതിലൊരു മഹാഭാരതവുമായി ബന്ധപ്പെട്ടുള്ള കഥയൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ഐതിഹ്യം ഈ ശിവാലയ ഓട്ടത്തിന് പിന്നിലുണ്ട്. ഭീമൻ ഉപേക്ഷിച്ചു പോയ ഓരോ രുദ്രാക്ഷങ്ങളും അങ്ങനെ ശിവലിംഗമായി ഉയർന്നു വന്നു. അവിടെയൊക്കെ ഓരോ ശിവ ആലയങ്ങൾ, അതായത് ശിവൻ്റെ ക്ഷേത്രങ്ങൾ അങ്ങനെ ഉയർന്നു. അവിടെയാണ് ഇങ്ങനെ പൂജ നടത്തി വരുന്നത്. അങ്ങനെ അവസാനത്തെ ക്ഷേത്രം അത് ശങ്കരനാരായണ ക്ഷേത്രമാണ്. വിഷ്ണുവും ശിവനും ഒന്നാണ് എന്ന ആ ഒരു ഐക്യബോധമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ തന്നെ അവസാനം എത്തുന്ന ഭക്തജനങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ കുളിച്ച് തൊഴുതുകൊണ്ടാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിന് പരിസമാപ്തി കുറിക്കുക. അത് ഓരോ വർഷവും പാരമ്പര്യമായി വരുന്ന
നിരവധി പേരുണ്ട്. അതായത് വീട്ടിൽ നിന്നും വ്രതമെടുത്ത് അവിടെ നിന്നും നടന്ന് അല്ലെങ്കിൽ ഓടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തി അടുത്ത ക്ഷേത്രത്തിലേക്ക് അങ്ങനെ നഗ്നപാതരായി പോകുന്ന നിരവധി ഭക്തരുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പുതുതലമുറയടക്കം ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുകയാണ്. നിരവധിയായി ആളുകൾ, അത് തമിഴ്നാട് നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നുമൊക്കെ നിരവധി പേർ ഇന്ന് ഓരോ ക്ഷേത്രങ്ങളിലേക്കും എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലും മലയാളികളാണ്. ഈ ഒരു ശിവാലയ ഓട്ടത്തിൽ 5ാം ക്ഷേത്രമായ പൊന്മനയിൽ നിന്ന് മനോജാണ് ഒപ്പം ചേർന്നത്. ശിവരാത്രി ദിവസം ശിവാലയ ഓട്ടം പുരോഗമിക്കുന്നു. 12 ക്ഷേത്രങ്ങൾ കന്യാകുമാരി ജില്ലയിലേത്. അങ്ങനെ ഭക്തർ നടന്നും അല്ലാതെയും എത്തിച്ചേരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു തത്സമയം എം മനോജ്.